അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാനിന്നൊരു കുർത്തിയാണ്, കഫ്താൻ മോഡൽ കുർത്തിയായിട്ടൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ. ഇത് എത്ര മീറ്റർ മെറ്റീരിയൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെട്ടേഷനാണ് കേട്ടോ, ഒരു കുട്ടി വെട്ടേഷനെ വെച്ചിട്ട് ഞാനൊരു കുർത്തി തയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് മടക്കേണ്ടത്. രണ്ടായിട്ട് മടക്കി പിന്നെ നാലായിട്ട് മടക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ കഫ്താനാണല്ലോ, കൈക്കുഴി ഒന്നും വെട്ടാനില്ല. അപ്പോൾ നാല് സൈഡും ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ മടക്കി നമ്മളിപ്പോൾ ഷോളിൻ്റെ അരികൊക്കെ മടക്കൂലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേസൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ആ എൻഡിൽ ലേസൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് രണ്ടാക്കി മടക്കി നമ്മളിപ്പോൾ സാരിയുടെ അരിക അല്ലെങ്കിൽ ഷോളിൻ്റെ അരികൊക്കെ മടക്കി തയ്ക്കണ പോലെ നാല് വശവും മടക്കി തയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പ്ലെയിൻ തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സൈഡിൽ ഇപ്പോൾ ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലൂവോ ഒക്കെ പ്ലെയിൻ തുണിയാണെങ്കിൽ സൈഡിൽ വെള്ള ലേസൊക്കെ വെച്ച് അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാനിത് പ്രിൻ്റ് ആയതുകൊണ്ട് ലേസൊന്നും വെക്കണില്ല. നാല് സൈഡും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചെടുക്കുകയാണേ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുകയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഫോണിൽ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നാല് സൈഡും ഇങ്ങനെ അടിക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്കൊക്കെ കട്ട് ചെയ്യണത്. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ അടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നാല് സൈഡ് നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ഒരു സ്കാർഫ് പോലെ നമ്മൾ അടിച്ചിട്ടുണ്ട്. അതിനെ നാലാക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ എങ്ങനെ മാർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ തുണി എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ലെങ്ത്ത് എത്ര വേണമെന്ന് നോക്കുക. നമ്മുടെ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്യാമല്ലോ. അങ്ങനെ ഇറക്കം നോക്കിയിട്ട് ആ ഇറക്കം എത്ര ഇഞ്ചുണ്ടെന്ന് നോക്കുക. അതിനേക്കാളും 1 ഇഞ്ച് കൂട്ടുക. വീതി എടുക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പോൾ കൈനീളം ഷോൾഡറും, അതായത് ഷോൾഡർ നമുക്ക് ഷോൾഡർ ടു ഷോൾഡർ ഇപ്പോൾ ഒരു 12 ഇഞ്ചാണെങ്കിൽ 6 ഇഞ്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാണ് കേട്ടോ. ഇനി അടുത്തത് വേണ്ടത് കൈനീളം. അപ്പോൾ 6 ഇഞ്ച് തന്നെയാണ് കൈനീളം, അല്ലെങ്കിൽ 8 ഇഞ്ചാണ് കൈനീളം. അപ്പോൾ 8 ഇഞ്ച് എടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ 6 ഇഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹാഫ് കൈ മതിയെങ്കിൽ അല്ലെങ്കിൽ ഫുൾ സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ലെങ്ത്ത് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. വേറെ അളവൊന്നും നോക്കണ്ട. അതേപോലെ നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കണക്കാക്കിയാൽ മതി. അതായത് ഷോൾഡറും കൈനീളവും മാത്രം മതി കേട്ടോ. അതിനനുസരിച്ച് വീതി കൊടുക്കുക താഴേക്ക് അറ്റം വരെ. അല്ലാതെ അതിന് ഷേപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നീളം നമ്മുടെ ബോഡിയിൽ നിന്ന് നീളം എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മൾ ഹാഫ് പോർഷനിൽ എലാസ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കഴുത്താണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നെക്ക് വെക്കാം. നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇറങ്ങിയിട്ട് വേണോ, അല്ലെങ്കിൽ 2 നെക്കും ഒരേപോലെ വേണോ, ബോട്ട് നെക്ക് വേണോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഒരു ഓവൽ ഷേപ്പും ബാക്കിൽ ഒരു റൗണ്ട് ഷേപ്പും ആണ് കൊടുക്കുന്നത്. ഞാനിതിപ്പോൾ ഒരു 12 വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ്. അതുകൊണ്ട് തന്നെ 2.5 ഇഞ്ചാണ് ഞാൻ നെക്കിന് വീതി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ടിലെ നെക്ക് ഞാനൊരു 4.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരാം. എന്നിട്ട് അതിനെ നമ്മളിങ്ങനെ വി ഷേപ്പിൽ കട്ട് ചെയ്യല്ല, മാർക്ക് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒറ്റയടിക്ക് കട്ട് ചെയ്യരുത് കേട്ടോ. കട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചുകൂടെ കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. ഇതിങ്ങനെ മടക്കിയിട്ടേക്കാണല്ലോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ബാക്ക് നെക്ക്. ബാക്ക് നെക്ക് എത്രയാണ്? നമുക്ക് വീതി അത് തന്നെ സെയിം ആണ്. ഇറക്കം ഒരു 2-2.5 ഇഞ്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കഴുത്തിൻ്റെ വീതിയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, റൗണ്ട് ഷേപ്പിൽ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അവിടെ തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യണേ. ശ്രദ്ധിക്കുക, ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ഒരേപോലത്തെ നെക്കാണെങ്കിൽ 2 ഒരുമിച്ച് കട്ട് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് ഇതുപോലത്തെ ചെറിയ നെക്കും ഫ്രണ്ട് നെക്ക് ഒരു വി ഷേപ്പുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ ഒന്ന് നിവർത്തിയെടുക്കുക. ഈ മെറ്റീരിയലിനെ ഒന്ന് നിവർത്തിയെടുക്കുക. ഓക്കെ, എന്നിട്ട് നിവർത്തിയിട്ട് ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 നെക്കും നമ്മൾ റൗണ്ടിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കറക്റ്റായിട്ട് ഇടണം കേട്ടോ, തെന്നിയൊന്നും പോവരുത്. കറക്റ്റായിട്ട് ടേബിളിലോ നിലത്തോ ഇടണമെങ്കിൽ കറക്റ്റായിട്ട് ഇട്ടിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന് കൈക്കുഴി ഒന്നും വെട്ടണ്ട. ഇതുപോലെ കറക്റ്റായിട്ട് വെട്ടിയെടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇവിടെ നിങ്ങനെ വെട്ടിയെടുക്കാം. അപ്പോൾ ഇതിന് ക്യാൻവാസ് ഒന്നും വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട. നമുക്കൊരു പീസ് ഇതിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്യാൻവാസ് വെക്കാതെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണെന്നും കൂടെ നിങ്ങൾക്ക് ഇതിൽ കൂടെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ അടിയിൽ വെക്കാനായിട്ടൊരു പീസ് എടുത്തിട്ടുണ്ട്. ചുമ്മാ ഒരു വെട്ടേഷൻ എടുത്തതാണ് കേട്ടോ. അതിനിങ്ങനെ രണ്ടാക്കി മടക്കി ആ ഒരു ഇറക്കിറങ്ങിയിരിക്കണമെന്ന് നോക്കണ്ട. നിങ്ങൾ ആ മടക്ക് ഭാഗം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. കറക്റ്റായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി ആ മടക്ക് ഭാഗത്തേക്ക് നമ്മുടെ നെക്കിനങ്ങോട്ട് കയറ്റിയിടുക. നമ്മുടെ മടക്ക് ഭാഗം, നെക്കിൻ്റെ മടക്ക് ഭാഗവും ആ മെറ്റീരിയലിൻ്റെ മടക്ക് ഭാഗവും കറക്റ്റായിട്ട് ചേർന്നിരിക്കണം. എന്നിട്ട് ചുളിവൊന്നും ഇല്ലാതെ നീറ്റായിട്ട് ഇടണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ നെക്കിൻ്റെ കറക്റ്റ്
കറക്റ്റ് അളവിൽ നമുക്കിങ്ങനെ വരച്ചെടുക്കാം. എന്താ കറക്റ്റായിട്ട് വെച്ചിട്ടില്ലേ, നെക്കിൻ്റെ അളവിൽ മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ആ നെക്കിൻ്റെ അളവിൽ കറക്റ്റായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചുളിവില്ലാന്ന് ഉറപ്പ് വരുത്തണം. ചുളിവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നെക്കിൽ വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടോ? അപ്പോൾ ഒരു വെട്ടുവേഷൻ അങ്ങനെ എടുത്തിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള കളർ എടുത്തിട്ട് അതേപോലെ ഈ നെക്കിൻ്റെ അതേ ഷേപ്പിൽ, പക്ഷേ ആ പീസ് നമ്മൾ മടക്കിയിട്ടേക്കാണ്, നെക്കിൻ്റെ പോർഷൻ നമ്മൾ മടക്കിയിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ടേപ്പ് എടുക്കുക. ഇനി നമുക്ക് പുറത്തേക്ക് തുണി വേണമല്ലോ, അതിനായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നെക്കിങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ക്യാൻവാസ് വെക്കാത്ത എന്താ കാരണം എന്നറിയോ, ഒന്നാമത് ഇതിന് ലൈനിങ് ഇട്ട് അടിക്കണില്ല, അപ്പോൾ നമ്മൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണും. ഇപ്പോൾ ബ്ലാക്ക് കളർ ക്യാൻവാസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് അടിക്കാം. ഇപ്പോൾ നമ്മുടെ എൻ്റെ കയ്യിലുള്ളത് വെള്ളയാണ്, അതുകൊണ്ടാണ് ഞാൻ ക്യാൻവാസ് എടുക്കാഞ്ഞത് കേട്ടോ. നെക്കിന് ഔട്ട്ലൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പലപ്പോഴായിട്ട് പലരും വന്നിട്ട് കഫ്താൻ കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഇതുമായിട്ട് വന്നത്. പിന്നെ കഫ്താൻ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഇതൊരു വേറൊരു മോഡലാണ്. അന്ന് കാണിച്ചതിനേക്കാളും വ്യത്യാസമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊന്ന് വിടർത്തി കാണിച്ചു തരാം. ഈ ഒരു ഷേപ്പാണ് നമ്മുടെ നെക്ക് വന്നിട്ടുള്ളത്. കണ്ടോ? ഒരു ഓവൽ ഷേപ്പ്. നമ്മുടെ ബോഡിയിലും അത് തന്നെയായിരിക്കും, സെയിം പാറ്റേൺ ആയിരിക്കും കേട്ടോ. കണ്ടോ? അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ നെക്കും ആ ഒരു അടിപ്പീസും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് കുറച്ച് മാർക്കിംഗ് ഒക്കെ കൊടുക്കാനുണ്ട്. അതിനായിട്ട് നമ്മുടെ തുണി ഫസ്റ്റ് ഇട്ട പോലെ തന്നെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. മുകളിൽ നിന്ന് നമ്മൾ ഹാഫ് ലെങ്ത്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ മെഷർ ചെയ്യാം. ചെസ്റ്റിന് താഴെയും പൊക്കളിന് മുകളിലായിട്ട് നമുക്ക് ഷേപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് എത്ര ഇഞ്ചാണെന്ന് നോക്കി അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. തയ്യൽ തുമ്പ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ 9.5 എനിക്ക് കിട്ടിയിട്ടുള്ളത്, 9.5 മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ സ്റ്റിച്ചിങ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ 9.5 മാർക്ക് ചെയ്താൽ മതി. ഈ ഭാഗത്ത് സ്റ്റിച്ചിങ് വരണില്ല കേട്ടോ. അവിടെ സ്റ്റിച്ചിങ് വന്നാലാണ് നമ്മൾ തയ്യൽ തുമ്പ് ഹാഫ് ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സ്റ്റിച്ചിങ് ഇല്ലാത്തതുകൊണ്ട് ഹാഫ് ലെങ്ത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അവിടെ നീളത്തിലൊരു വരയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാർക്ക് ചെയ്യണേക്കെ നല്ല വശത്താണ് നമ്മൾ മാർക്ക് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മാർക്കർ പെന്നൊന്നും വെച്ച് മരക്കരുത് കേട്ടോ. അതിന് അടുത്തത് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യണം. കൈക്കുഴി എത്രയാണെന്ന് നോക്കാം. നമ്മൾ ഷോൾഡർ 6 കൊടുത്തത്, അതുകൊണ്ട് തന്നെ കൈക്കുഴിയും 6 ഇഞ്ച് തന്നെയാണ്. 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കൈക്കുഴി മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് പുറത്തുനിന്ന് ഒരു 2.5 ഇഞ്ച് അകത്തേക്ക് മാറ്റിയിട്ട് ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ടാണ് ഞാൻ 2.5 ഇഞ്ച് കൊടുത്തത്. നമുക്കൊക്കെ വലിയ ആൾക്കാർക്ക് ചെയ്യുമ്പോൾ ഒരു 4 ഇഞ്ച് വരെ നമുക്ക് അകത്തേക്ക് മാറ്റി മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇറക്കിയിട്ട് നമ്മൾ ഒരു 2.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. അതായത് അതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് അളക്കുമ്പോൾ സ്ലിറ്റ് ഭാഗം ഉണ്ടല്ലോ, അതായത് മുകളിൽ നിന്ന് നമ്മൾ സ്ലിറ്റ് എത്രത്തോളം വരും അത് നമുക്ക് ബോഡിയിൽ നിന്ന് മെഷർ ചെയ്യുക. ആ ഭാഗം വരെയാണ് കേട്ടോ നമ്മളിനി മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ 2.5 ഇഞ്ച് തന്നെ അകത്തേക്ക് മാറ്റിയിട്ട് 2.5 ഇഞ്ച്. അത് കഴിഞ്ഞിട്ട് താഴേക്ക് നമുക്ക് ക്രോസ് ആയിട്ട് ലൈൻ പോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല വശത്താണ് വരച്ചേക്കുന്നത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്കുഴി മാർക്ക് ചെയ്തു, 2.5 ഇഞ്ച് അകത്തേക്ക് മാറ്റിയിട്ട് സ്ലിറ്റ് വരണ വരെ മാർക്ക് ചെയ്തു, അവിടെ നിന്ന് താഴേക്ക് ക്രോസ് ആയിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എലാസ്റ്റിക് വെക്കണോണ്ടാണ് ഞാൻ ഇങ്ങനെ നേരെ വരച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ ഷേപ്പ് ചെയ്ത് വരക്കുക, നമ്മുടെ ബോഡി മെഷർമെൻറ്റ് അനുസരിച്ച് ഷേപ്പ് ചെയ്ത് വരക്കുക കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നേരെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല, എലാസ്റ്റിക് വരുമ്പോൾ അവിടെ ചുരുങ്ങി കിടന്നോളൂ. അപ്പോൾ ഇതേപോലെ കേട്ടോ. അപ്പോൾ എലാസ്റ്റിക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യണ മെത്തേഡ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയും മാർക്കിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു സൈഡാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ, അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് ആ മാർക്കിംഗ് തന്നെ വരുത്തണം. അതിനായിട്ട് ഈ ഒരു പീസിനെ എടുത്ത് നിവർത്തുക. അപ്പോൾ ഇങ്ങനത്തെ ഫ്ലോയിങ് മെറ്റീരിയൽ ആകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, എന്നാലും നമുക്ക് ചെയ്തെടുക്കണമല്ലോ. ഇത് ഇങ്ങനത്തെ ഉള്ള മെറ്റീരിയൽ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കോട്ടണിൽ ചെയ്യണതിനേക്കാളും നല്ലതായിരിക്കും. കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കാം. ഒപ്പം വരുന്നതിന് ശേഷം ഈ മാർക്കിംഗ് നമുക്കൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം അറ്റം വരെ. ഇനി ഇതിനിങ്ങോട്ടേക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ. ടൈലറിങ് ഞാൻ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേരണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതൊന്ന് നോക്കുക. എന്നിട്ട് ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുക കേട്ടോ. എന്താണെന്ന് നോക്കിയാൽ മാർക്കിംഗ് ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ നമ്പറാണ് കേട്ടോ സ്ക്രീനിൽ കാണുന്നത്. ആ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വരയുണ്ടല്ലോ അത് നമ്മുടെ ബാക്ക് സൈഡിലും വരണം കേട്ടോ. അവിടെ നമുക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കണമല്ലോ, അപ്പോൾ അവിടെയും കൂടെ മാർക്ക് വരുത്തണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തയ്ക്കാൻ പോവാം. അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മൾ അതേപോലെ തന്നെ 2.5 ഇഞ്ച് പുറത്ത് നമ്മൾ സ്പേസ് കൊടുത്തു.
എന്നിട്ട് നടുക്കൂടുള്ള മാർക്ക് നമ്മൾ നീളത്തിൽ വരയ്ക്കുകയാണ് കേട്ടോ. അതായത് ഇവിടെയും കൊടുത്തു 2.5 ഇഞ്ച് സ്പേസ്. സൈഡിലേക്കുള്ള മാർക്കൊന്നും കൊടുക്കണ്ട കേട്ടോ, ഈ വര മാത്രം കൊടുത്താൽ മതി. നമുക്ക് എലാസ്റ്റിക് ഇവിടെ വെച്ച് കൊടുക്കാനാണ്. ഓക്കെ, അപ്പോൾ അതായത് ഇത്ര എലാസ്റ്റിക് വെക്കണം. അപ്പോൾ നെക്ക് അടിക്കണേക്ക് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് നെക്കിൻ്റെ സൈഡ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒറ്റ മടക്ക് മടക്കിയാൽ മതി, 2 മടക്കൊന്നും മടക്കണ്ട, റൗണ്ടിൽ അടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ആ റൗണ്ടിൽ ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ നല്ല വശത്താണ് ഞാനിപ്പോൾ ഈ ഒരു നീല പീസ് വെച്ചേക്കണത്. എന്നിട്ട് നമ്മുടെ സൂചി നൂലും വെച്ച് ഒന്ന് തുന്നിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് പിടിക്കുമ്പോൾ തെന്നി പോകണ്ടെങ്കിൽ അങ്ങനെ പോകാതിരിക്കാനാണ് ഞാൻ ഈ ഐഡിയ കാണിച്ചു തരുന്നത്. ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിനും തുന്നിയെടുക്കുക കേട്ടോ. ഓക്കെ, ഫുള്ളായിട്ട് തുന്നിയെടുക്കുക. അപ്പോൾ ഞാനിതാ തുന്നി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ തുന്നി വെക്കോ അല്ലെങ്കിൽ മുട്ടുസൂചി കുത്തി വെക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എളുപ്പമാണ്, തെന്നിയൊന്നും പോവില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വശത്ത് നിന്ന് അങ്ങ് തുടങ്ങിയാൽ മതി. അപ്പോൾ ഞാൻ ദാ ഈ സൈഡിൽ നിന്ന് തുടങ്ങുകയാണ്. അടിച്ച് വരിക, എന്നിട്ട് ആ വി ഷേപ്പ് ഉണ്ടല്ലോ ഫ്രണ്ടിൽ, അവിടെ എത്തുമ്പോൾ കുത്തി തിരിച്ച് പോവുക. സൂചി കുത്തി നിർത്തിയിട്ട് തിരിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഷേപ്പ് തന്നെ നെക്ക് വെട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൗണ്ട് നെക്കോ ബോട്ട് നെക്കോ എന്ത് നെക്ക് വേണമെങ്കിലും ഇതിന് നമുക്ക് ചെയ്യാം. എന്ത് നെക്ക് ഇട്ടാലും നല്ലതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു നെക്ക് നിങ്ങളെ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ശരിക്കും കഫ്താനൊക്കെ ബോട്ട് നെക്ക് നല്ലതാണ് കേട്ടോ. ഞാൻ മുന്നേ തയ്ച്ചിട്ടുള്ളത് ബോട്ട് നെക്കാണ്, പിന്നെ റൗണ്ട് നെക്കിൽ ഒരെണ്ണം തയ്ച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ സിയാമോളുടെ അളവിലാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ സിയാമോൾ ആരാണെന്ന് ചോദിക്കും. ഇങ്ങനെ ഞാൻ സിയാമോളുടെ അളവ് എന്ന് പറയുമ്പോഴേ പുതിയ കൂട്ടുകാരും ഉണ്ടല്ലോ നമ്മുടെ ഗ്രൂപ്പിൽ, അതുകൊണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇതാ തയ്ച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ വലിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. സിയാമോൾ എൻ്റെ ആങ്ങളയുടെ മോളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പെൺകുട്ടികളില്ല, ആങ്ങളൊക്കെയാണ് ഒരു മോളുള്ളത്. അപ്പോൾ ഞാൻ എന്ത് തയ്ച്ചാലും അവളുടെ അളവിലേക്ക് തയ്ക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൾക്ക് ഇടാമല്ലോ, അങ്ങനെ ഓർത്തിട്ട്. അപ്പോൾ ഇനി അകത്തേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്യാനുള്ളതാണ്. അതിന് മുമ്പായിട്ട് ഭാഗമൊന്ന് നമുക്കൊന്ന് പതിച്ചടിക്കാം കേട്ടോ. അപ്പോൾ നമ്പർ നോട്ട് ചെയ്തല്ലോ അല്ലേ? ക്ലാസ്സിൽ ചേരാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു അഡ്വാൻസ് ക്ലാസ്. അത് ശരിക്കും ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പോലെ തന്നെയാണ്. പല മോഡൽ ഡ്രസ്സുകൾ അതിൻ്റെ അകത്ത് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക കേട്ടോ. ഞാൻ നോക്കി ഇനി അത് ഹെമ്മിങ് ചെയ്തെടുത്താൽ മതി. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചുളുങ്ങിപ്പോവും ഈ മെറ്റീരിയൽ ആയതുകൊണ്ടേ. അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അകത്തൊന്ന് ഹെമ്മിങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങളിങ്ങനെ പതുക്കെ സ്റ്റിച്ച് ചെയ്യുക. പക്ഷേ ഞാൻ സ്റ്റിച്ച് ചെയ്യണില്ല, ഞാൻ ഹെമ്മിങ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ബോബിൻ എലാസ്റ്റിക് ആണ്. ഇത് ബോബിനിൽ ടൈറ്റായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുക. നമുക്ക് സാധാരണ നൂല് ചുറ്റണ പോലെ തന്നെ ചുറ്റുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു കേസിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറ്റി കറക്റ്റായിട്ട് നൂലിടണ പോലെ തന്നെ, സാധാരണ നൂലിടണ പോലെ. അതുപോലെ തന്നെ മുകളിൽ നമ്മുടെ സാധാരണ നൂല് തന്നെ, ഇത്ര നേരം നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന നൂല് തന്നെയാണ് കേട്ടോ മുകളിൽ കിടക്കുന്നത്. ഇത് നമ്മൾ ബോബിൻ അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്തില്ലേ വയറിൻ്റെ ഭാഗത്ത് വട്ടത്തിൽ, അപ്പോൾ ദാ കൈക്കുഴി എന്നുള്ള മാർക്ക് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു പോർഷനിൽ നമ്മളതിങ്ങനെ അടിക്കുകയാണ്. അടിക്കുമ്പോൾ വലിച്ച് പിടിക്കണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോബിൻ എലാസ്റ്റിക് ആയതുകൊണ്ട് എലാസ്റ്റിക് വലിഞ്ഞ് കിട്ടിയാലാണ് ഭംഗി ഉണ്ടാവുള്ളൂ. ഇതാ കറക്റ്റായിട്ട് ഇങ്ങനെ വലിച്ച് പിടിക്കാം. എന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത് കണ്ടല്ലോ, ആ 2.5 ഇഞ്ച് നമ്മൾ വിട്ടിട്ട് മാർക്ക് ചെയ്തിട്ടില്ലേ, ആ മാർക്കിൽ നിന്നാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത്. ഈ അറ്റത്തെ 2.5 ഇഞ്ചിൽ വരെ എത്തുമ്പോഴത്തേക്കും അവിടെ നിർത്തണം കേട്ടോ. ആ പോയിൻ്റ് വരെ അടിക്കാവുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് ആ ലൈനൊക്കെ നമുക്ക് ഇത്തിരി ഡാർക്ക് ചെയ്ത് വരച്ചോളൂ. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ലൈൻ പൊയ്ക്കോളൂ കേട്ടോ. അപ്പോൾ അതാ ഇവിടെ വരെയാണ് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയത്. ഇതാ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മെഷീനിൽ ഒന്ന് ബാക്കിലേക്ക് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ പൊട്ടി കിട്ടും കേട്ടോ. ഇലാസ്റ്റിക് ആണെങ്കിലും കട്ട് ചെയ്ത് വരും. അപ്പോൾ ഇതാ ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ഇലാസ്റ്റിക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇങ്ങോട്ടേക്ക് കൈൻ്റെ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ അതാ ഇവിടെ പിന്നെ ഇപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കൈൻ്റെ ഷേപ്പിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ കക്ഷത്തിൽ മാർക്ക് ചെയ്ത് അവിടെ മുതൽ, അതായത് ആം ഹോൾ നമ്മൾ മാർക്ക് ചെയ്തില്ലേ കൈക്കുഴി, അവിടെ നിന്ന് അറ്റത്തേക്ക് നമ്മൾ ആ മാർക്കിങ്ങിലൂടെ തന്നെ അടിക്കുകയാണ്. ഇതിപ്പോൾ ബോബിൻ എലാസ്റ്റിക് അല്ല കേട്ടോ, നോർമൽ നൂലിട്ടിട്ടുള്ള ബോബിനാണ് വെച്ചിട്ടുള്ളത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എലാസ്റ്റിക് ഇട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ ആകെ ചുരുചുരാന്ന് ചുരുങ്ങി കിടക്കുമല്ലോ. അങ്ങനത്തെ മോഡൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ അതൊക്കെ നല്ലോണം ഒന്നും കൂടെ ശ്രദ്ധിച്ചൊക്കെ അടിക്കണം. ഇതാന്ന് നോക്കി നമുക്ക് അറ്റം വരെ ഒന്ന് അടിക്കുക. അങ്ങനത്തെയൊക്കെ ഞാൻ പല മോഡലുകളും കാണിച്ചു തരാം കേട്ടോ. അറ്റം വരെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ അടിച്ച പോലെ തന്നെ അപ്പുറത്തെ സൈഡ് അടിക്കുക. ഇനി കഴുത്തൊക്കെ ഒന്ന് ഹെമ്മിങ് ചെയ്തെടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഇത്രയൊക്കെ ഉള്ളൂ അടിക്കാൻ. നല്ല ഈസിയാണ് കേട്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു നല്ലൊരു മോഡൽ കുർത്തിയാണിത്. ലെഗിൻസിൻ്റെ കൂടെ ജീൻസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പുറത്തെ സൈഡും അടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ബൊമ്മക്കുട്ടി കിട്ടാലോ.
അപ്പോൾ എങ്ങനെയുണ്ട് കഫ്താൻ? അടിപൊളിയല്ലേ? ഇഷ്ടമായോ? അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ജീൻസിൻ്റെ കൂടെ ലെഗിൻസിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ഒരു ടോപ്പ് നമുക്ക് വെയർ ചെയ്യാം. അതുപോലെ തന്നെ മിഡിയുടെ കൂടെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ചെയ്ത് നോക്കൂ. വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം തുണിയിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. നമ്പർ നോട്ട് ചെയ്തോളൂ. ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് എന്നെ വിളിക്കൂ.